ഇന്നിപ്പോ കുറച്ചു മുമ്പ് ലൈവില് നോറ ജാൻമണിക്കെതിരെ സംസാരിച്ച ആ ഒരു വിഷയം അതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് ജാൻമണി വല്ലാതെ ട്രിഗറായി നോറയെ തല്ലാൻ ഓങ്ങുന്നുണ്ട്, ഇങ്ങനെ ചാടി പോകുന്നുണ്ട് നോറയെ തല്ലാനായിട്ട്. അത്രയും ആങ്കർ മാനേജ്മെന്റ് ഇല്ലാത്തവർക്ക് പറ്റിയ സ്ഥലമൊന്നും അല്ല ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആരും പിടിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നേനെ എന്നത് വ്യക്തമാണ്. തേർഡ് വീക്കിൽ തന്നെ അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നത് കൊണ്ട് എല്ലാവരും വീണ്ടും അങ്ങനെ ഒരെണ്ണം കൂടി സംഭവിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. അല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഇന്നൊരു അടി പൊട്ടിയാന്. അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ച് രണ്ടുപേര് പുറത്തേക്ക് പോയത് കൊണ്ടാണ് ഇതെല്ലാരും തടഞ്ഞത് ഇന്ന്. ഇപ്പൊ ജാൻമണി നോറയെ അടിച്ചിട്ട് പുറത്തേക്ക് പോയേനെ ഇന്ന്. അത് അതിനുള്ള എല്ലാ വകുപ്പും ഞാൻ കണ്ടു. ആക്ച്വലി നോറ എന്താണ് പറഞ്ഞത്? ജാൻമണി എല്ലാരെയും ത്രട്ടൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി ജാൻമണിക്കെതിരെ കളിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതിലെന്താണ് തെറ്റുള്ളത്? അത് ജാൻമണിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കണ്ടാൽ പോരായിരുന്നോ? പ്രശ്നം തീർന്നു. അത് ജാനു ഒരു വീക്ക്നെസ് ആയിട്ട് കണ്ട് ട്രിഗറായി നോറയെ തല്ലാൻ പോയതാണ് ജാനുവിന്റെ വീക്ക്നെസ് എന്ന് ഞാൻ പറയും. ബിഗ് ബോസ് ഒരു അരമണിക്കൂർ എല്ലാരെയും പിടിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തി ഈ ഒരു വഴക്കിന് ശേഷം, ഒരാളുടെ കയ്യിലിരിപ്പ് കാരണം. എന്നിട്ട് ബിഗ് ബോസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ താക്കീത് കൊടുത്തു ജാൻമണിക്ക്. ഇനി പുറത്താക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ തന്നെ വേണം, കയ്യിലിരിപ്പിന്റെയാണ്, കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു വാർണിംഗ് ബിഗ് ബോസ് കൊടുത്തിട്ടും ജാൻമണി മാപ്പ് അപേക്ഷിക്കാൻ റെഡിയല്ല, താഴാൻ റെഡിയല്ല. ബിഗ് ബോസിനോട് പോലും ഒരു സോറി പറഞ്ഞില്ല. ചെയ്തത് തെറ്റല്ല എന്നാണ് ജാൻമണി ഇപ്പൊ അൻസിബയോടും ഋഷിയോടും ഒക്കെ പറയുന്നത്, ജിൻഡോയോടും ഒക്കെ പറയുന്നത്. തെറ്റുകൾ സംഭവിക്കാം, അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നതൊരു ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി ജാൻമണിയിൽ മിസ്സിംഗ് ആണ്. ജാൻമണി അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ ലൈഫിലും ബിഗ് ബോസിലും എല്ലാം അത് തിരിച്ചടിയാവും. കാരണം ആ രീതിയിലുള്ള ഒരു ഇതാണ് ഈ ഒരു റിമോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.